പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഫ് സ്ലീവ് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഞാനിവിടെ 4ആയി മടക്കി എടുത്തിട്ടുണ്ട്. ആദ്യം സ്ലീവിൻ്റെ ഇറക്കം എത്ര ഇഞ്ചാണോ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 6.5 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ പഫിന് എത്ര ഇഞ്ച് വീതിയാണോ വേണ്ടത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ആ ഭാഗം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി വയ്ക്കാം. ഇനി നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ സ്ലീവിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് കിട്ടുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് എത്ര ഇഞ്ചാണോ അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ആം ഹോളിൻ്റെ ഹാഫായിട്ട് കിട്ടുന്നത് 7.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ 9 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെയും ഇതുപോലെ വരച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ അല്പം കുഴിച്ചുകൂടി കട്ട് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ലൈനിങ് വെക്കാതെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് വേണമെന്നുണ്ടെങ്കിലും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി പഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്ന ഈ ഭാഗത്ത് 2 സൈഡിലും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ടെടുക്കാം. We began to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young and it's just begun. ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോഴാണ് പഫ് നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നത്. ഇനി 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ അകവശത്തായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നല്ല ഭാഗത്തേക്ക് ഇതുപോലെ 2 പ്രാവശ്യം മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഫ് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് ഇട്ട് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. കയറി കണ്ടാൽ മതിയേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
Our hearts beat to the city streets. We began to feel the fire.